ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമോ രാമ രാമ ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുവിതാവതാരം അപാര സംസാര സമുദ്രദേ സേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ജന്മാദ്യസ്യേതോന്യയാദിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സുരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മളിന്ന് എടുക്കുന്ന ശ്ലോകം 1:3:29. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോകം വായിക്കാം. ജന്മഗുഹ്യം ഭഗവതോ യയേതത് പ്രയതോ നരഃ സായം പ്രാതർഗണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ജന്മഗുഹ്യം ഭഗവതോ യയേതത് പ്രയതോ നരഃ സായം പ്രാതർഗണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ജന്മഗുഹ്യം ഭഗവതോ യയേതത് പ്രയതോ നരഃ സായം പ്രാതർഗണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ജന്മ ഗുഹ്യം ഭഗവതഃ യഃ ഏതത് പ്രയതഃ നരഃ സായം പ്രാതഃ ഗൃണൻ ഭക്ത്യാ ദുഃഖ ഗ്രാമാത് വിമുച്യതേ. ജന്മ ഗുഹ്യം, ജന്മം തന്നെ, ഗുഹ്യം രഹസ്യമായ, ഭഗവത ഭഗവാന്റെ, യഹ ഒന്ന് അല്ലെങ്കിൽ ഏകമായിട്ടുള്ളത്, ഏതത് ഇതെല്ലാം, പ്രയതഃ വളരെ സൂക്ഷ്മതയോടുകൂടി, നരഹ മനുഷ്യൻ, സായം സായാഹ്നത്തിൽ, പ്രാതഃ പ്രഭാതം, ഗൃണൻ ജപിക്കുക, ഭക്തിയ ഭക്തിയോടുകൂടി, ദുഃഖഗ്രാമാത് എല്ലാ ദുരിതങ്ങളിൽ നിന്നും, വിമുച്യതേ ആശ്വാസം ലഭിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 29. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാത്വജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സാത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്യതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭാഗവത പഠനത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ.
നമ്മള് 29ാമത്തെ ശ്ലോകത്തിലെ നമ്മൾ വേർഡ്സ് പരിചയപ്പെട്ടു. അതിന്റെ വിവർത്തനം കൂടി വിവർത്തനവും ഭാവാർത്ഥവും ഞാൻ വായിക്കാം. ആരാണോ ഭക്തിയോടെ പ്രഭാത സായാഹ്ന വേളകളിൽ അതീവ ശ്രദ്ധയോടെ ഭഗവാന്റെ നിഗൂഢ അവതാരങ്ങളെ കുറിച്ച് കീർത്തിക്കുന്നത്, അവന് ജീവിതത്തിന്റെ സർവക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ ജന്മകർമ്മ തത്വങ്ങളെ കുറിച്ച് ബോധവാന്മാരായ ആരും ഈ ഭൗതികമായ താൽക്കാലിക വാസസ്ഥലത്തു നിന്നും വിമുക്തമാക്കപ്പെട്ട ശേഷം ഭഗവത്ധാമത്തിലേക്ക് മടങ്ങി ചെല്ലുന്നുവെന്ന് ഭഗവത്ഗീതയിൽ പരമദിവ്യോത്തമ പുരുഷൻ ഉദ്ഘോഷിക്കുന്നു. ആകയാൽ ഈ ഭൗതിക ലോകത്തിലെ ഭഗവത് അവതാര രഹസ്യം നിജമായി ഗ്രഹിക്കുക വഴി മാത്രം ഒരാൾ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ആകയാൽ സാമാന്യ ജനങ്ങളുടെ നന്മയ്ക്കായി ഭഗവാനാൽ പ്രത്യക്ഷമാക്കപ്പെട്ട ഭഗവത് ജന്മകർമ്മങ്ങൾ സാധാരണങ്ങളല്ല, അവ ദുർജ്ഞേയമാണ്. മാത്രവുമല്ല, ആത്മീയ ഭക്തിയോടെ അതീവ ശ്രദ്ധയോടെ അവഗാഠമായി ശ്രദ്ധാവിഷയത്തിൽ നിമഗ്നനാകാൻ പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഗ്രഹണാതീത തത്വം അനാച്ഛാദനം ചെയ്യാൻ സാധ്യമാകൂ. അനന്തരം ഒരാൾക്ക് ഭൗതിക ബന്ധനത്തിൽ നിന്നും വിമോചനം ലഭിക്കുന്നു. ആകയാൽ ഭഗവാന്റെ വ്യത്യസ്ത വിഭിന്ന അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ഈ ഭാഗവത അധ്യായം ആത്മാർത്ഥതയോടെയും ആത്മാർപ്പണത്തോടെയും ഭക്തിയോടെയും പാരായണം ചെയ്യുക വഴി മാത്രമാണ് ഒരാൾക്ക് ഭഗവത് ജന്മകർമ്മങ്ങളെ കുറിച്ചുള്ള അന്തർദർശനം പ്രാപ്തമാക്കാൻ കഴിയുന്നത്. വിമുക്തി അഥവാ സ്വാതന്ത്ര്യം എന്ന യഥാർത്ഥമായ പദം ഭഗവാന്റെ ജന്മകർമ്മങ്ങളെല്ലാം അതീന്ദ്രിയമാണെന്ന് സൂചിപ്പിക്കുന്നു. അല്ലാത്ത പക്ഷം അവ ഉരുവിടുന്നതിനാൽ മാത്രം ഒരാൾക്ക് മുക്തി സാധ്യമല്ല. ആകയാൽ അവയെല്ലാം പരമരഹസ്യ സിദ്ധാന്തങ്ങളാണ്. ഭക്തിയുത സേവനത്തിന്റെ നിർദ്ദിഷ്ട അനുശാസനങ്ങൾ പാലിക്കാത്ത യാതൊരാൾക്കും ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ അവകാശം ലഭിക്കുന്നില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വിവർത്തനവും ഭാവാർത്ഥവും വൈഎസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. മാതാജി സൻ പ്രഭുസ്. നമ്മൾ ഇന്നലെ ശ്ലോകം ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്ലോകം പഠിച്ചു തീർന്നിരിക്കുകയാണ്. അപ്പൊ ഭാഗവതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം, ഭാഗവതം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ശ്ലോകം നമുക്ക് അറിയാം. അതിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയെടുത്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പരിഭാഷാ സ്തോത്രമാണല്ലോ അത്. അപ്പൊ ആ പരിഭാഷാ സൂത്രം അതിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ സൂത്രം മനസ്സിലാക്കിയവർക്ക് ഭാഗവതത്തിന്റെ ഒരു നല്ല ഭാഗം മനസ്സിലായി എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഹരേ കൃഷ്ണ. നമ്മള് ഈ ശ്ലോകം ഇപ്പൊ പറയുന്നത് ഭക്തിയോടെ പ്രഭാതത്തിലും സായാഹ്നത്തിലും വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ നിഗൂഢമായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ച് കീർത്തിക്കുന്നത് അവന് ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നു. ഇപ്പം എത്ര പേരുണ്ട്? കൃഷ്ണ 19 പേര് കാണുന്നു. അപ്പൊ ഈ 19 പേരും എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് ക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനാണ്, അല്ലെ? അപ്പൊ ക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനുള്ള മാർഗം, അത് ഏത് രീതിയിൽ നമുക്ക് കിട്ടുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും. കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കും. നമുക്ക് ആർക്കും ക്ലേശം വേണമെന്നില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ക്ലേശം വേണമെന്നുള്ളവര്? ആരുമില്ല. അപ്പോഴെന്താണ്, ആ ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഈ ഭഗവാന്റെ അവതാരങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെടുത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതും നമ്മുടെ മാർഗങ്ങൾ എന്തൊക്കെയാണുള്ളതെന്നും ഏതെല്ലാം മാർഗത്തിൽ കൂടിയാണ് നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് എന്നുള്ളതും നമ്മൾ ഈ നിഗൂഢ അവതാരങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ, അതിനെ കീർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെതായ വെളിച്ചം ഉണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ക്ലേശം ഒന്നുമില്ല,
അപ്പൊ നമ്മൾ തോന്നും അവർ വലിയ സമ്പന്നരല്ല എന്ന് തോന്നിയാൽ പോലും അവരുടെ മനസ്സിൽ ഒരു ക്ലേശങ്ങളും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അപ്പൊ അവിടെ ഇത്രയും ശ്ലോകം പഠിച്ചു, അവതാരങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇനിയിപ്പൊ ഇതിന്റെ ഫലശ്രുതിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ കഴിഞ്ഞ ശ്ലോകം പരിഭാഷാ സൂത്രം പറഞ്ഞു തന്നെങ്കിൽ ഈ ശ്ലോകത്തിൽ നമുക്ക് ഫലശ്രുതി പറഞ്ഞു തരുന്നു. അപ്പം ഫലശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഒരു ഗുണം നമുക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞു തരികയാണ്. അപ്പം ഭഗവാന്റെ അതീന്ദ്രിയ ജന്മകർമ്മ തത്വങ്ങളെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അവരാരും ഒരു ഭൗതികമായ താൽക്കാലിക വാസസ്ഥലത്തിൽ നിന്നും മാറ്റിയ ശേഷം അവര് തീർച്ചയായും ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവാന്റെ അതീന്ദ്രിയ ജന്മകർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പം ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? അതീന്ദ്രിയ അജോപിസൻ അഭയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിയും സ്വാം അധിഷ്ഠായ സംഭവമി മമാദിഹ. ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു, എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയമായ ശരീരത്തിന് ഒരിക്കലും നാശം സംഭവിക്കുകയുമില്ല, ജീവജാലങ്ങളുടെ എല്ലാം അധിപതിയാണ് ഞാൻ, എന്നിരിക്കലും യുഗം തോറും ഞാനിവിടെ അവതരിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു ശ്ലോകം പറഞ്ഞു തന്നു. എന്താണ്? ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വർജുന എന്നുള്ള ശ്ലോകവും പറഞ്ഞു തന്നു. അപ്പം ഭഗവാന്റെ ജന്മകർമ്മ രഹസ്യങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ത്യക്ത്വാ ദേഹം പുനർജന്മ, നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വരേണ്ടതായ കാര്യം ഉണ്ടാകുന്നില്ല എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് പറഞ്ഞത്. അപ്പം ജന്മകർമ്മ തത്വങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഭഗവാന്റെ ആസ്ഥാനം എവിടെയാണ്, ഭഗവാന്റെ വാസസ്ഥാനം എവിടെയൊക്കെയാണ് എന്നുള്ളത് നാരദർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഞാൻ എവിടെ ഇല്ല, എന്നെ തിരക്കി നിങ്ങളാരും വൈകുണ്ഠത്തിൽ നടക്കണ്ട, അവിടെ ഇവിടെ ഒന്നും നടക്കണ്ട, ഞാൻ എവിടെയുണ്ട്? എല്ലാ ഭക്തരുടെയും മനസ്സിൽ ഞാനുണ്ട്, ശുദ്ധ ഭക്തന്മാരുടെ മനസ്സിലാണ് എന്റെ സ്ഥാനം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരുപാട് 24 അവതാരങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇതിന്റെ ഫലശ്രുതിയിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രഭാതത്തിലോ സായാഹ്നത്തിലോ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുക. എന്നിട്ട് ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നതിന് ഏത് രീതിയിലൊക്കെ ഇവിടെ വന്നു, എങ്ങനെയൊക്കെ വന്നു, ഭഗവാൻ ആരാണ്, ഭഗവാൻ ഏതെല്ലാം രീതിയിലുള്ള ലീലകളാണ് പ്രകടമാക്കിയത്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ശ്രമം കൂടാതെ തന്നെ, വലിയ ശ്രമമൊന്നും കൂടാതെ തന്നെ ക്ലേശങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭൗതികമായ താൽക്കാലിക അതീന്ദ്രിയ ജന്മതത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ താൽക്കാലികമായി നമുക്ക് തന്നിരിക്കുന്ന ഒരു വാസസ്ഥലമാണ്. അപ്പൊ നമ്മുടെ ഭാഗവതം വായിച്ചങ്ങോട്ട് പോകുമ്പോ അറിയാം, കുറച്ച് കഴിയുമ്പോ പറയും, നമ്മളെല്ലാവരും ബ്രഹ്മാവിന്റെ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു. അപ്പം അവിടെ നിന്നാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് താഴേക്ക് വന്ന് ഈ രൂപത്തിൽ നമ്മൾ അംശമായിട്ട് വിഭിന്നാംശമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പം പല അവതാരങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. സാധാരണയായി ജയദേവ ഗോസ്വാമി പറഞ്ഞു തന്നിട്ടുള്ള 10 അവതാരങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 അവതാരങ്ങളെ കുറിച്ച് മത്സ്യകൂർമ്മ വരാഹോ നരഹരി വാമന ഭാർഗവരാമ ബലഭദ്രാർജിത കൃഷ്ണ കൽക്കിയതായിട്ടങ്ങ് അവതാരം ചെയ്യുവനേ ജയ ജയ എന്ന് പറയും. ആ 10 അവതാരങ്ങളെ കുറിച്ച് നമ്മുടെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത്. അപ്പൊ അതിനുശേഷം ഭഗവാന് നമ്മൾക്ക് ഓരോ ബ്രഹ്മാണ്ടത്തിലും എത്രയെത്ര അവതാരങ്ങളാണ് ഭഗവാൻ എടുക്കുന്നത് എന്നതിന് കണക്കില്ല എന്നും, വെള്ളച്ചാട്ടത്തിൽ നിന്ന് ജലം വരുന്നത് പോലെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ അവതാരങ്ങൾ ഭഗവാൻ പല ബ്രഹ്മാണ്ടത്തിൽ എടുക്കുന്നുണ്ട് എന്നും നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഋഷിമാര്, മനുക്കള്, ദേവതമാര്, അതുപോലെ മനുവിന്റെ ഡിസെൻഡൻസ്, പ്രജാപതിമാര്, ഇവരൊക്കെയും ഭഗവാന്റെ പൂർണ്ണാംശങ്ങളാകാം, അല്ലെങ്കിൽ പൂർണ്ണാംശത്തിന്റെ അംശങ്ങളാകാം. അപ്പൊ ഇതൊക്കെ നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞവരാണ്. അപ്പം ഭഗവാന്റെ അവതാരവും
ഭഗവാന്റെ അവതാരത്തിൽ നിന്ന് വരുന്ന അവതാരം. അപ്പൊ അതിനെ എന്താണ് പേരെന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? ഹരേ കൃഷ്ണ. ഭഗവാൻ അവതാരം എടുക്കുമ്പോ എന്താണ് പറയുക? അവതാരവുമുണ്ട്, അവതാരത്തിൽ നിന്ന് വരുന്ന അംശങ്ങളും ഉണ്ട്. അപ്പൊ അവതാരം എടുക്കുമ്പോ എന്ന് പറയും ഭഗവാന്റെ പൂർണ്ണാംശം, അംശങ്ങൾ എന്ന് പറയും. ഇനിയും ആ അവതാരമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പൂർണ്ണാംശവും ഒരിടത്തുണ്ട്, പിന്നെ എന്തുണ്ട്? അവതാരവുമുണ്ട്. അത് അംശമെന്നും കലയെന്നും രണ്ടായി വിഭജിച്ചിരിക്കുന്നു. അംശം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ആ പൂർണ്ണാംശമായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് കലയായിട്ടും വരുന്നുണ്ട് എന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു, കഴിഞ്ഞതിനകത്ത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൗതിക ലോകത്തിലെ ഭഗവത് അവതാര രഹസ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും നമ്മൾക്ക് മുക്തനാവാൻ കഴിയും. അതുപോലെ ഭഗവത് ജന്മകർമ്മങ്ങൾ സാധാരണങ്ങളല്ല, അവ ദുർജ്ഞേയമാണ്. ആ ദുർജ്ഞേയമായിരിക്കുന്ന ജന്മകർമ്മങ്ങളെ നമ്മൾ ആത്മീയമായ ഭക്തിയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഗാഠമായിട്ട് നമ്മൾ അതിൽ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതിനെന്താണ് മാർഗം? നമുക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മാർഗം എന്താണ്? എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഭഗവാനെ കുറിച്ച്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കണം. സാധാരണ അല്ല ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞു, അത് ദുർജ്ഞേയമാണെന്ന് പറഞ്ഞു. അതിനെ നമ്മളെ വളരെ ആത്മീയ ഭക്തിയോടുകൂടി അതിനെ സമീപിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള മാർഗം എന്താണ് നമുക്കുള്ളത്? നമുക്ക് തന്നിട്ടുള്ള മാർഗം എന്താണ്? ഇത്രയും ദിവസം ഭാഗവതം പഠിച്ചപ്പോൾ നിങ്ങൾക്കത് പറയാൻ കഴിയും. എങ്ങനെയാണ് അതിനുള്ള മാർഗം എന്താണ്? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് പറയും. നമ്മൾ എത്ര അവതാരങ്ങൾ പഠിച്ചു? ഹരിയുടെ നാമം ജപിക്കുക അല്ലേ മതി? ഹരിനാമം ജപിക്കുക. പിന്നെ എന്ത് ചെയ്യണം? നമ്മളെ ഭക്തസംഘം ഭക്തസംഘം ഉണ്ടാക്കുക. സംഘം ഉണ്ടാക്കുക. പിന്നെന്ത് വേണം? നമ്മളെ ശുദ്ധ ഭക്തന്മാരിൽ നിന്ന് കിട്ടുന്ന ഏതൊരറിവും നമ്മളെ വളരെ യുക്തിപൂർവം നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക, അല്ലെ? കൃഷ്ണനും കൃഷ്ണഭക്തിയും ഭാഗവതത്തിന്റെ മർമ്മമാണ്. അപ്പൊ ഭാഗവതം വളരെ ശ്രദ്ധയോടുകൂടി ശുദ്ധഭക്തനിൽ നിന്ന് വന്നിട്ടുള്ള പരമ്പരയിൽ കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണൻ ആരാണ്, കൃഷ്ണഭക്തി എന്താണ്, ആദ്യം കൃഷ്ണഭക്തി എന്താണെന്ന് മനസ്സിലാക്കും. കൃഷ്ണനോടുള്ള ഭക്തി നമുക്ക് എങ്ങനെ പ്രകടമാക്കാൻ കഴിയും, ആ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭാഗവതത്തിന്റെ മർമ്മമായിട്ട് നമുക്ക് കിട്ടുന്നത്, അല്ലെ? അപ്പം ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ഈ ഭാഗവതം. അപ്പം സർവധർമ്മങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചു. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ ഭാഗവതത്തിൽ. അമല പുരാണമാണ് ഭാഗവതം. ഈ അമല പുരാണത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ കടന്നു ചെല്ലാത്ത ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ശ്ലോകം 1, 2, 6 പഠിച്ചു. എന്താണ്? സവൈ പുംസാം ഭരോധർമ്മ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. നമ്മൾ എങ്ങനെയായിരിക്കണം? അപ്പൊ ആ മനുഷ്യരാശിക്ക് പരമമായ ധർമ്മം എന്താണ്? അത് ഭഗവാനിലുള്ള ഭക്തി തന്നെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ ഭക്തിയെ പ്രകടിപ്പിക്കേണ്ടത്? എങ്ങനെ നമുക്ക് ആ ഭക്തി പ്രകടമാക്കാൻ കഴിയും? എങ്ങനെയായിരിക്കണം നമ്മള് ശരിക്കും ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ, അഥവാ ഭഗവാന് വേണ്ടി എങ്ങനെയാ ഭക്തി പ്രകടിപ്പിക്കുക? നമ്മളെ ഭക്തിയുത സേവനത്തിൽ കൂടി, അല്ലേ? അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. എനിക്ക് ഭക്തി ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഒരിടത്ത് ഇരുന്ന ഭക്തിയാകുമോ? അല്ലെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താണ്? ഭക്തി ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, രാമനാമം ജപിച്ചുകൊണ്ടും ഇരിക്കും. അപ്പൊ അതിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ എന്താണ്? ഭഗവത് ഭക്തിയുത സേവനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ അറിവുള്ള ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ആരും തന്നെ ഒട്ടും തന്നെ പരിപൂർണരൊന്നും അല്ല. നമുക്ക് എന്തെല്ലാം തെറ്റുകളുണ്ട് നമ്മൾ ചെയ്യുന്നതില്. അപ്പൊ ഈ തെറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തെറ്റ് വരാതിരിക്കത്തക്ക രീതിയിൽ ശുദ്ധഭക്തരിൽ നിന്ന്, എന്നുവെച്ചാൽ ശുദ്ധഭക്തരെ കാണാൻ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പൊ അവരിൽ നിന്ന് ശുദ്ധഭക്തരിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റു ഭക്തന്മാര് കാണും. അപ്പൊ അവരോട് ചോദിച്ച് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ഭക്തിയുത സേവനം ചെയ്യാം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുന്ന ഭക്തിയുത സേവനം അഹൈതുകിയായിരിക്കണം, അപ്രതിഹതയായിരിക്കണം. അപ്പൊ കാരണമില്ല, അകാരണമായിട്ടായിരിക്കും നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുന്ന. ഇതിനാൾ പറഞ്ഞത് കൊണ്ട് ചെയ്യുകയല്ല, നമ്മുടെ മനസ്സിന് ആഗ്രഹം വരണം. അപ്പൊ അഹൈതുകമായിട്ടും അപ്രതിഹത, ഒരു തടസ്സവും വരരുത്. അപ്പൊ നമ്മൾ ചെയ്യാൻ എപ്പോഴും നമ്മുടെ മനസ്സ് തയ്യാറായിരിക്കണം. അവിടെ തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. അങ്ങനെ അഹൈതുകിയായിട്ടും അപ്രതിഹതയായിട്ടും എങ്ങനെയാണോ ഭക്തിയുത സേവനം ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളിൽ ഭഗവാൻ സംപ്രീതനാകും. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ മറക്കാതെ വെക്കേണ്ടതാണ്. അഹൈതുകി, അപ്രതിഹത. നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനം അകാരണമായിരിക്കണം. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് എന്നാ ചെയ്തേക്കാം, മനസ്സില്ലാതെ ആയിരിക്കാം, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തേക്കാം, അങ്ങനെ ആരും വിചാരിക്കരുത്. സ്വന്തം ഇച്ഛ, മനസ്സിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അച്യുതാംശമായിരിക്കുന്ന ആ ഭഗവാനെ, അച്യുതാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയുള്ള ആ ഭഗവാനെ, സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി പ്രകടമാകുന്ന ആ ഭഗവാന് വേണ്ടിയാണ് നമ്മളെ സേവ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാ അവതാരങ്ങളും, ഇപ്പൊ നമ്മൾ 24 അവതാരം പഠിച്ചു. ഇതെല്ലാം ആരിലുണ്ട്, എവിടെ നിന്നാണ് ഇത് വന്നത്, എന്താണ് ഇതൊക്കെ എന്നുള്ളത് നമ്മള് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. എന്താ പറയുന്നത്? രാമാദിമൂർത്തിഷു കലാ നിയമേന തിഷ്ടൻ നാനാവതാരം അകരോത് അന്വേഷിക്കുന്നു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാം. അപ്പൊ എല്ലാ മുഖ്യ വിസ്തരണങ്ങൾക്കൊപ്പം രാമൻ, നരസിംഹം, അതുപോലെ വരാഹ അവതാരമൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള അവതാരങ്ങളാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഭഗവാനിൽ തന്നെ ഇതെല്ലാം അടങ്ങിയിരിക്കുകയാണ് എന്നും ഭഗവാനിൽ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളതും ഭഗവാൻ ആരാണെന്നും നമ്മൾ ഋഷിമാരാണെങ്കിലും ശരി, അതുപോലെ മനുക്കളാണെങ്കിലും ശരി, ദേവന്മാരാണെങ്കിലും ശരി, പ്രജാപതിമാരാണെങ്കിലും ശരി, ഈ പൂർണ്ണാംശമാകാം, പൂർണ്ണാംശത്തിന്റെ അംശങ്ങളാകാം, ഇവരൊക്കെയും എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, എന്തിനു വരുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. അപ്പോഴേ ഈ ഫലശ്രുതിയിൽ പറയുന്നതനുസരിച്ച് നമ്മൾ ഭാഗവത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും അതിനെ വേണ്ട സമയത്ത്, 2 സമയമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട്. എപ്പോ വേണേലും നമുക്ക് ഭാഗവതം വായിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല. ചിലർ പറയും ഭാഗവതം ആ സമയത്ത് വായിച്ചുകൂടാ, ഈ സമയത്ത്. പക്ഷേ ഭാഗവതം എപ്പോൾ വേണമെങ്കിലും വായിക്കാം. പക്ഷേ ഭക്തിയോടുകൂടി നമുക്ക് സ്വസ്ഥമായിരുന്ന് പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ആയിരിക്കും നമുക്ക് സമയം ലഭിക്കും. അപ്പൊ അങ്ങനെയുള്ള വേളയിൽ ശ്രദ്ധയോടുകൂടി നമുക്ക് ഇരിക്കാൻ കഴിയുന്നത് എവിടെയാണോ അപ്പോൾ ഇതിന്റെ ഭഗവാന്റെ നിഗൂഢാവതാരങ്ങളെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഭാഗവതം ഭക്തിയോടെ പാരായണം ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി പാരായണം ചെയ്യുക, അവർക്ക് അന്തർദർശനം പ്രാപ്തമാകും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് ശരിക്കും നമ്മള് മനസ്സിലാക്കി എടുക്കുന്ന അവസരത്തിലാണ് നമുക്ക് അന്തർദർശനം എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അവിടെ ഗംഗാതീരത്ത് വെച്ച് ഭാഗവതം കേൾക്കാൻ അവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ആ സമയത്ത് ഏകദേശം 88,000 ഋഷിമാരാണ് അവിടെ കൂടിയതെന്നാണ്. അപ്പൊ എണ്ണമില്ലാത്ത പോലെ ഋഷിമാർ അവിടെ കൂടിയിരുന്നു. അപ്പൊ ഇവരെല്ലാവരും എന്താണ്? ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഉത്സുകരായിട്ടാണ് അവിടെ കൂടിയത്. അപ്പൊ ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും, എല്ലാ ലീലകളും, എല്ലാ ഗുണങ്ങളും അപ്പൊ നമ്മൾ കണക്കിലാക്കി എടുത്തു വെച്ചേക്കുന്ന എത്ര ഗുണങ്ങളുണ്ട് ഭഗവാൻ എന്നാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. എത്ര ഗുണങ്ങളാണ് ഭഗവാനിൽ കാണുന്നത്? നമ്മൾ ഓരോരുത്തരുടെയും തിരിച്ച് 64 ഗുണം. അപ്പൊ നമ്മൾ വിഷ്ണുവിന് എത്ര ഗുണങ്ങളുണ്ട് മാതാജി? 64. കൃഷ്ണൻ 64 ഗുണങ്ങള്, വിഷ്ണുവിന് 60 ഗുണങ്ങൾ അല്ലേ? മാതാജി 55, ശിവന് 55, ബ്രഹ്മാവിന് 50. അങ്ങനെ അതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോഴേ ഭഗവാന് മാത്രമായിട്ടും ഉള്ളതാണ് ഈ 4 എണ്ണം. ബാക്കി എല്ലാവർക്കും ബാക്കി വിഷ്ണുക്കൾക്കെല്ലാം കാരണം എന്താ വെച്ചാൽ വിഷ്ണുവിനൊക്കെയും എന്തുണ്ട്? 60 ഗുണം. ഈ 4 എണ്ണം ഏതാണ് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ.
ഭഗവാന് മാത്രമായിട്ടുള്ളതാണ് വേണുമാധുരി എന്ന് പറയുന്നത്. ഒരുപാട് എന്താണ് ഇഷ്ടമല്ല ഏത് തരത്തിലുള്ള വേണുവും. അപ്പൊ നല്ല നല്ല ഫ്ലൂട്ട് വായന എത്ര മനോഹരമായിട്ട് എവിടെ നിന്നാലും വൃന്ദാവനത്തിലെ ഭഗവാൻ എവിടെ നിന്നെങ്കിലും തന്റെ ആ ഫ്ലൂട്ട് എടുത്തൊന്ന് വായിച്ചാൽ, വേണു എടുത്തൊന്ന് വായിച്ചാൽ സകല ചരാചരങ്ങളും ഇലകൾ പോലും തല താഴ്ത്തി നിന്ന് അത് കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം വേണുമാധുരി എന്ന് പറയുന്നത് ഭഗവാനിൽ മാത്രം ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ ഏതാണെന്ന് പറയാമോ? ലീലാമാധുരി. ലീലാമാധുരി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് എണ്ണിയാലടങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത ഭഗവാന്റെ ലീലകൾ കേൾക്കാനാണ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പൊ പറഞ്ഞു തീർക്കാനാകാത്തത്ര ലീലകൾ ഭഗവാൻ, എസ്പെഷ്യലി ഏത് ലീലയാണ് മനുഷ്യരെ ഹഠാത് ആകർഷിച്ചത്? അപ്പൊ നമ്മളതിനെ ഒരുപാട് പേരതിനെ തെറ്റായി ചിത്രീകരിക്കുന്നുണ്ട്, അതുപോലെ അതിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ. പക്ഷേ ഭഗവാൻ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഭഗവാൻ എന്താണ് അത് ചെയ്യാനുണ്ടായ കാരണം? സർവ്വചരാചരങ്ങളെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അപ്പൊ ഭക്തന്മാരോട് ഭഗവാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? ഭക്ത സാമീപ്യം ഭഗവാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ആ ഒരു രീതിയിൽ നമ്മളെ അത് കാണുന്നതിന് ആ ലീലാമാധുരിയിൽ കൂടി നമ്മൾ ഭഗവാനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. പിന്നെ അടുത്തത് പ്രേമമാധുരിയാണ് ഭഗവാൻ ഏറ്റവും ഇതായിട്ടുള്ളത്. എപ്പോൾ നോക്കിയാലും ഭഗവാൻ എങ്ങനെയാണ്? ഏത് സമയത്തും ഭക്തന്മാരാൽ ചുറ്റപ്പെട്ട ഒരു സൗഹൃദ വലയത്തിലായിരിക്കും ഭഗവാൻ എപ്പോഴും ആ പ്രേമമാധുരി. അപ്പൊ ആ ഒരു എപ്പോഴും ഭഗവാന്റെ കൂടെ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടാകും. ഏത് സമയത്തും ആ കൂട്ടുകാരെ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ ഓടുന്നത് എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ ആ കൂട്ടുകാരുമായിട്ടുള്ള ഭഗവാന്റെ ആ ലീലകളെ നമുക്ക് പറഞ്ഞാൽ തീരുന്നതല്ല. എന്താണ്? അത്രമാത്രം ഇതായിട്ടുള്ള ലീലകളാണ് ഭഗവാൻ. നമ്മള് ബർഭാപീഠം നടവരവപു കർണയോ കർണികാര നല്ല മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് എപ്പോഴും അത് നടവരുവകു ഡാൻസിന്റെ മട്ടിൽ നിൽക്കുന്ന ആ പാദങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പിണച്ച് വെച്ചുകൊണ്ട് വിപ്രത്മാസ കനകകവിശം നല്ല സ്വർണ്ണ നിറത്തിലുള്ള പട്ടുടയാട ചാർത്തിക്കൊണ്ട് വൈജയന്തി മാലയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആരേന്ദ്രാൻ വേണോർ ആ വേണ്ടും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ആ ശബ്ദം. അപ്പൊ അങ്ങനെ എല്ലാ ഗോപന്മാരും ആ സമയത്ത് കൂടെ ഇങ്ങനെ ചുറ്റപ്പെട്ടുകൊണ്ട് വൃന്ദാവനത്തിൽ ഇങ്ങനെ ലീലയാടി. പിന്നെ എത്ര ലീലകൾ നമ്മൾ വായിച്ചു. ഭഗവാൻ ഓരോ ലീലയിൽ കൂടിയാണ് ഓരോ അസുരന്മാർ ുന്നത്. അപ്പൊ ആ ലീലയെല്ലാം അത്രമാത്രം മറ്റുള്ളവരെ ഹഠാത് ആകർഷിക്കുന്നതാണ്. അപ്പൊ എല്ലാവരെയും ഭഗവാന്റെ പാദങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ ലീലകൾ. അങ്ങനെ ആ ലീലാമാധുരി, നമുക്ക് പറഞ്ഞാൽ തീരാത്ത മാതിരിയുള്ള ലീലാമാധുരി ഭഗവാന്റെ അതില് ഉള്ളതാണ് പ്രേമമാധുരി. അപ്പൊ ആ ലീലാമാധുരി കാണിച്ചാൽ എന്താണ്? പ്രേമമാധുരി. അപ്പം ഭക്തന്മാരെല്ലാം ആ ലീലാമാധുരി പ്രേമത്തിലേക്ക്, ഭഗവാനോടുള്ള പ്രേമത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഭഗവാൻ ആദ്യമേ വേണുമാധുരി പറഞ്ഞു, പിന്നെ ലീലാമാധുരി ഉണ്ടെന്ന് പറഞ്ഞു. ആ ലീലാമാധുരിയിൽ കൂടി ഭഗവാൻ മറ്റുള്ളവരെ പ്രേമത്തിലേക്ക്, തന്റെ ചുറ്റുമുള്ള സൗഹൃദ വലയത്തെ പ്രേമത്തോടുകൂടി കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന് മാത്രമുള്ളത് രൂപമാധുരി. അപ്പൊ ഇതുപോലെ അണിഞ്ഞൊരുങ്ങി നമ്മൾ വേറെ ഒരു രൂപത്തെയും കാണുന്നില്ല. ഭഗവാൻ അങ്ങനെ വൃന്ദാവനത്തിൽ യശോദാമ്മ എത്രമാത്രം അണിയിച്ചൊരുക്കുന്നു. ആ സൗന്ദര്യത്തിന്റെ, കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അത് തന്നെയാണല്ലോ, മോസ്റ്റ് അട്രാക്റ്റീവ്, ഏറ്റവും ആകർഷകനായിരിക്കുന്ന ആ ഭഗവാന്റെ. അപ്പൊ അങ്ങനെ ആ രൂപ സൗകുമാര്യം എടുത്തു പറയത്തക്കതാണ്. അപ്പൊ ഇത് നാലും ഭഗവാനും ബാക്കിയുള്ള അവതാരങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്, അല്പാൽപമായിട്ട് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇത് പൂർണ്ണമായി വിളയാടുന്നത് ഭഗവാനിൽ മാത്രമാണ്. നമുക്കറിയാം, ഏതൊരു ഭക്തനെയും ഒരു ഭക്തൻ എന്തെങ്കിലും ഭഗവാന് വേണ്ടി ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ശ്രീരാമാവതാരത്തിൽ ഭഗവാന് വേണ്ടി സഹായിച്ചിട്ടുള്ളവർ ആരുണ്ടോ അവരെല്ലാം ഭഗവാന്റെ ഭക്തരാക്കി ഭഗവാനോട് അടുപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെ ഭൂതനെ പോലും എന്താണ്, അഹോബഹീയം സ്തനകാളകൂടം ജിഘായയാ ജിഗാംസയാ അപായദപ്യസാധ്വി ലഭേ ഗതി രാത്രി ഉചിതം തത്വന്യം കം ദയാരും ശരണം പ്രത്യേമ. എന്ന് വെച്ചാൽ പാല് കൊടുത്ത് വധിക്കാൻ, വിഷം പുരട്ടി, ആ പാല് കൊണ്ട് മുരകൾ വിഷയം പുരട്ടിക്കൊണ്ട് ആ പാല് കൊടുത്ത് വധിക്കാനാണ് വന്നതെങ്കിൽ പോലും ഏതോ ജന്മത്തിൽ അവർ ചെയ്തേക്കാം.
പറയുന്നത്. എങ്ങനെയായാലും അവര് പാല് കൊടുക്കാനാണ് വന്നത് എന്നുള്ളത് തന്നെ, പാല് കുടിപ്പിക്കാനാണ് വന്നത് എന്ന ആ ഒരു സ്ഥിതി ഭഗവാൻ എടുത്തു. ഒരുപക്ഷെ അവരുടെ മുജ്ജന്മത്തില് നമുക്ക് ആ കഥകളൊക്കെ അറിയാവുന്നതാണ്. അവർ ചെയ്ത ആ കർമ്മത്തിന്റെ ഫലമായിരിക്കാം. എങ്കിലും ഭഗവാൻ അവർക്ക് എന്തു കൊടുത്തു? സ്വന്തം അമ്മയുടെ സ്ഥാനം. അപ്പൊ അത്രമാത്രം ഭക്തരോടുള്ള ഭഗവാന്റെ ആ ലീല, അപ്പൊ ആ രൂപമാധുരി പറഞ്ഞു, അതുപോലെ പ്രേമമാധുരി പറഞ്ഞു, ലീലാമാധുരി പറഞ്ഞു, വേണുമാധുരി. ഈ നാലും ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് ഭഗവാനോടെ പരമരഹസ്യ സിദ്ധാന്തങ്ങളായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ, പരമരഹസ്യമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. എങ്കിൽ പോലും ഭഗവാനെ കുറിച്ച്, ഭഗവാൻ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ വരുന്നത്, നമ്മൾ ഭഗവാന്റെ അംശത്തെക്കുറിച്ചും കലയെക്കുറിച്ചും പറഞ്ഞു. അംശം എന്ന് പറയുന്നത് ഭഗവാന്റെ നേരിട്ട് വരുന്നത്. ഭഗവാന് ഡയറക്റ്റ് ആയിട്ട് വന്നത് ആരാണെന്ന് പറയാമോ ആർക്കെങ്കിലും? ഭഗവാന്റെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്, ഞാൻ നേരത്തെ ഭഗവാന്റെ 3 പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഫോംസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണത്? നേരത്തെ ഞാൻ ക്ലാസ് എടുത്തപ്പോ കുറെ ദിവസമായി, എല്ലാവരും മറന്നിട്ടുണ്ടാകും. സ്വയം രൂപവും, എന്തൊക്കെയാ? തദേകാത്മക രൂപവും ആവേശ രൂപവും. ഈ 3 രീതിയിലാണ് ഭഗവാൻ പ്രത്യക്ഷമാകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സ്വയം രൂപം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ സ്വയം രൂപം നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒന്ന് പറയാൻ ശ്രമിക്കൂ. സ്വയം രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ എങ്ങനെയുള്ള രൂപമാണ്? സ്വയമായിട്ടുള്ള രൂപം എന്നാണ് നമ്മൾ പറയുന്നത്. ഭഗവാൻ എവിടെയാണ് വിളയാടുന്നത്? ശ്യാമസുന്ദർ രൂപം അല്ലേ മാതാജി? ഹരേ അതെ, കൃഷ്ണ. അതെ, താങ്ക് യു മാതാജി. അപ്പം ഒരു ഇടയ ചെറുക്കനായിട്ട് അല്ലെ, ശ്യാമസുന്ദര രൂപത്തിൽ 2 കാലുകളോടുകൂടി ആ വൃന്ദാവനത്തിൽ കളിയാടുന്ന, ഏത് വൃന്ദാവനത്തിൽ? ഗോലോക വൃന്ദാവനത്തിൽ കളിയാടുന്ന ആ ഭഗവാനാണ് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള സ്വയം രൂപമായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്നത്. ഒരു ഇടയച്ചെറുക്കനെ പോലെ, 2 കാലുകൾ മാത്രമാണ്, ശ്യാമസുന്ദരനായി തലയിലൊക്കെ പൂക്കളും ഒക്കെ വാരി വിതറി വൈജയന്തിമാലയും ഇട്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്ന ആ രൂപം, അത് തന്നെയാണ് ഭഗവാൻ എവിടെയും കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഭൗമ വൃന്ദാവനത്തിലും കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കവേർഡ് ബോയ് ആയിട്ട് വൃന്ദാവനത്തിൽ തുള്ളിക്കളിച്ച് കൂട്ടുകാരോടൊപ്പം ഓടി ഓടി നടക്കുന്ന ആ രൂപം, ആ ഗ്രാമബാലകനായിരിക്കുന്ന ആ രൂപം, നമ്മുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്ന ആ രൂപം, അതാണ് യഥാർത്ഥത്തിലുള്ള സ്വയം രൂപമെന്ന് പറയുന്നത്. പിന്നെ ഭഗവാനെ അത് സ്വയം പ്രകാശത്തിലേക്ക് പോകുന്നു. സ്വയം പ്രകാശം എന്ന് പറയുമ്പോഴത്തേക്ക് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എക്സ്പാൻഷൻ ഭഗവാനിൽ നിന്ന് ഉണ്ടാകുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സച്ചിത് ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെ ആ ഭഗവാനിൽ നിന്ന് ആ രൂപങ്ങൾ സച്ചിത് ഭാവത്തിൽ നിന്ന് ഭഗവാൻ അടുത്ത എക്സ്പാൻഷൻ എടുക്കുന്നു. ഭഗവാൻ എൻജോയ് ചെയ്യാനായിട്ട് ഭഗവാൻ തന്നെയാണത്, യാതൊരു വ്യത്യാസവുമില്ല, ഭഗവാൻ തന്നെയാണ്. പിന്നെ എന്തിലാണ് വ്യത്യാസമുള്ളത്? അവിടെ എന്തിലെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കളറിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഇമ്മീഡിയറ്റ് എക്സ്പാൻഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആ കളറിൽ വ്യത്യാസം വരുന്നു. അവിടെയാണ് സ്വയം പ്രകാശമായി. നമ്മളിപ്പം ബലരാമ ജയന്തി ആയിരുന്നു അല്ലെ, ബലരാമനായിട്ട് വരുന്നത് ഇമ്മീഡിയറ്റ്. അപ്പൊ ഭഗവാൻ ഈ സ്വയം രൂപം അല്ലെങ്കിൽ സ്വയം രൂപത്തിൽ തന്നെ ഭഗവാൻ വീണ്ടും പ്രാഭവ പ്രകാശമെന്നും വൈഭവ പ്രകാശമെന്നും ഒക്കെ അങ്ങോട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് ഭഗവാൻ വരുന്നുണ്ട്. അപ്പോഴേ ആദ്യത്തെ ഫസ്റ്റ് ഫീച്ചർ വൈഭവ പ്രകാശത്തിൽ ബലരാമനെ നമുക്ക് കാണാൻ കഴിയും. പ്രാഭവ പ്രകാശം ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. ഒരുപാടായിട്ട് ഭഗവാൻ അതേ രൂപത്തിൽ അങ്ങ് മാറുക, കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. രാസ ഡാൻസിന് വരുന്നു. അപ്പൊ ഓരോ ഗോപികമാരും എന്താ ചിന്തിക്കുന്നത്? എന്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണനാണ്, വേറൊരു കൃഷ്ണനുണ്ടെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ ആ ഒരേ രൂപത്തിൽ ഒരേ വ്യത്യാസവുമില്ലാതെ അതേ രീതിയിൽ ലക്ഷക്കണക്കിന് ഗോപികമാരോടുകൂടി ലക്ഷക്കണക്കിന് കൃഷ്ണന്മാരായി നിൽക്കുന്ന ആ പ്രാഭവ പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ വിവാഹ സമയത്തെ എത്ര കൃഷ്ണന്മാരായി മാറുന്നു? 16,108 കൃഷ്ണന്മാരായി.
208 ഇല്ല, 100, 16,100. 8 പേര് വേറെ ആണല്ലോ, പ്രിൻസിപ്പൽ വൈസ് ആണല്ലോ. അപ്പൊ 16,100 അങ്ങനെ സെയിം ഫീച്ചേഴ്സ്, വ്യത്യാസമില്ലാതെ അതേ ഫീച്ചേഴ്സോടുകൂടി കാണുന്ന പ്രഭാവപ്രകാശം. അപ്പം കളറിൽ ചിലപ്പം വ്യത്യാസം കാണും, രൂപത്തിൽ കുറച്ചൊക്കെ എന്താണ് രൂപത്തിലും ഒക്കെ വ്യത്യാസം വരും വൈഭവ പ്രകാശമാകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ഒരു പല രീതിയിൽ നമുക്ക് ഭഗവാൻ എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഭഗവാൻ തന്നെ ബലരാമനാകുന്നു. ബലരാമനിൽ നിന്ന് പിന്നെ ചതുർവ്യൂഹങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. ആദ്യത്തെ ചതുർവ്യൂഹം ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വരുന്നു. അവിടുത്തെ ചതുർവ്യൂഹത്തിൽ ആരൊക്കെയാണുള്ളത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പറയാൻ? ഹരേ കൃഷ്ണ. ചതുർവ്യൂഹത്തിൽ ആരൊക്കെയാണ്? സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, വാസുദേവൻ. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് പറയുന്നു അല്ലെ. ആദ്യത്തെ ചതുർവ്യൂഹം അവിടെ നിന്ന് ബലരാമനിൽ നിന്നുണ്ടാകുന്നു. പിന്നീട് ഭഗവാൻ വരുന്നു. അവിടെയാണ് ആരുണ്ടാകുന്നത്? പിന്നീട് ആ സംഘർഷണിൽ നിന്ന് നമ്മുടെ വൈകുണ്ഠത്തിലുള്ള നാരായണനും ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ആ നാരായണൻ ഉണ്ടാകുന്നു. ആ ഫസ്റ്റ് സംഘർഷണിൽ നിന്ന്, മൂല സംഘർഷണിൽ നിന്ന് നാരായണൻ വരും. പിന്നീട് വീണ്ടും അദ്ദേഹം എന്തായി മാറുന്നു? അടുത്ത ചതുർവ്യൂഹങ്ങൾ എടുക്കുന്നു. അതിനെയും നമ്മൾ എന്തു പറയും? സെക്കൻഡ് വാസുദേവൻ, സെക്കൻഡ് സംഘർഷണൻ, സെക്കൻഡ് പ്രദ്യുമ്നൻ, സെക്കൻഡ് അനിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ ചതുർവ്യൂഹം എക്സ്പാൻഡ് ചെയ്യുന്നു. രണ്ടാമത്തേത് വരുമ്പോൾ വൈകുണ്ഠ ചതുർവ്യൂഹമാണ്. അടുത്തത് ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് എടുത്ത ആരിൽ നിന്നുണ്ടാകുന്നതാണ്? ബലരാമന്റെ ഉണ്ടാകുന്ന ചതുർവ്യൂഹം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ മനസ്സിലേക്ക്, എനിക്കറിയില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതാണ്. എന്നാലും ഈ വാസുദേവ എക്സ്പാൻഷൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്ന കേശവ നാരായണ മാധവ എന്ന് പറയുമ്പം അതെന്താണ്? വാസുദേവന്റെ എക്സ്പാൻഷൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സംഘർഷണന്റെ എക്സ്പാൻഷൻസ് ആണ് ഗോവിന്ദ വിഷ്ണു മധുസൂദന, അത് സംഘർഷണന്റെയാണ്. അതുപോലെ പ്രദ്യുമ്നന്റെ എക്സ്പാൻഷൻ ആണ് ത്രിവിക്രമനും വാമനനും ശ്രീധരനും. വാമന ശ്രീധര എന്ന് വിളിക്കുന്നത് പ്രദ്യുമ്നന്റെ എക്സ്പാൻഷൻ. അനിരുദ്ധന്റെ എക്സ്പാൻഷൻസ് ആണ് ഋഷികേശ പത്മനാഭ ദാമോദര. ഇവരൊക്കെ അനിരുദ്ധ എക്സ്പാൻഷൻസ് ആണ്. അപ്പൊ ഇത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്കത് പറഞ്ഞാൽ തീരെയില്ല. അതുപോലെ എക്സ്പാൻഷൻസ് ഇങ്ങനെ ഉണ്ട്. അപ്പം ചതുർവ്യൂഹം ആദ്യത്തേതുണ്ട്. അതിലുള്ള സംഘർഷണയെ നമ്മളെ എന്ത് പറയും? മൂലസംഘർഷണം എന്ന് പറയും. രണ്ടാമതും വീണ്ടും സംഘർഷണം വരുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഭഗവാന്റെ ആദ്യത്തേത് വൃന്ദാവനത്തിൽ നിന്നുള്ള ആ സമയത്തുള്ള ആദ്യത്തെ ഭഗവാൻ നേരിട്ട് വരുന്ന രാമനിൽ നിന്ന് വരുന്ന എക്സ്പാൻഷൻസ്, വീണ്ടും വൈകുണ്ഠ എക്സ്പാൻഷൻസും വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നായി ഭഗവാൻ നേരെ ഇങ്ങനെ വരികയാണ്. അതായിട്ട് അംശങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഭഗവാൻ. അപ്പൊ ഈ സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ എന്ന് 4 എക്സ്പാൻഷൻസ്. അപ്പം ഫസ്റ്റ് ചതുർവ്യൂഹമായി, സെക്കൻഡ് ചതുർവ്യൂഹമായി. ഫസ്റ്റ് ചതുർവ്യൂഹം വന്നപ്പോഴേ നാരായണൻ വന്നു കഴിഞ്ഞു. നാരായണനാണ് ലക്ഷ്മിയോടുകൂടി വൈകുണ്ഠത്തിൽ ഉള്ളത്. പിന്നെ ആരെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നീട് ആരാണ് ഉണ്ടാകുന്നത്? നാരായണനുണ്ടായി. പിന്നെ എന്താണ്? സൃഷ്ടിയിലേക്ക് വരുമ്പോഴേ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പിന്നീട് വരുന്നത് സദാശിവൻ അല്ലെ. സദാശിവൻ ഉണ്ടാകുന്നുണ്ട്. സദാശിവനും പിന്നീടാണ് എന്തുണ്ടാകുന്നത്? സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുകയും വിഷ്ണു രൂപങ്ങൾ നന്നായി ആവുകയും ചെയ്യും. സംഘർഷം തന്നെയാണ് കാരണോദകശായി വിഷ്ണുവായിട്ട് വരുന്നത്. കാരണോദകശ വിഷ്ണുവും ഗർഭോദകശായി വിഷ്ണുവും ക്ഷീരോദകശായി വിഷ്ണുവുമായിട്ട് വരുന്നു. ഇത്രയും ഭഗവാൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് വരികയാണ്, നമ്മുടെ സൃഷ്ടി നടത്താൻ വേണ്ടി വരികയാണ്. പിന്നെ സൃഷ്ടിയിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. സൃഷ്ടിയിൽ വന്നു കഴിയുമ്പോഴാണ് പിന്നീട് എന്തുണ്ടാകുന്നത്? ആരെയാണ് ആദ്യം സൃഷ്ടിക്കുന്നത്? സർഗമെന്നും വിസർഗമെന്നും 2 കാര്യങ്ങളുണ്ട്. സർഗം ആരാണ്? എവിടെയാണ് സൃഷ്ടി നടത്തുന്നത്? സർഗത്തിൽ എന്താണ് നടക്കുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സർഗം എന്ന് പറയുന്ന ആദ്യത്തെ സൃഷ്ടിയാണ് നമ്മൾ സർഗം എന്ന് പറയുന്നത്. അപ്പോഴേ ഈ സർഗത്തിലെ ആദ്യമായിട്ട് ആരെയാണ് സൃഷ്ടിച്ചത്? ഭഗവാൻ. ആരെയാണ് സൃഷ്ടി ഉണ്ടായത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ബ്രഹ്മാവാണോ? അതെ. ഭഗവാനിൽ നിന്ന് ആദ്യമായിട്ട് ബ്രഹ്മാവ് ഉണ്ടാകും അല്ലെ. അപ്പൊ അതിനെ സർഗം എന്ന് പറയും. വിസർഗം എന്ന് പറയുന്നത് പിന്നീട് ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടികളെയാണ്
വിസർഗമെന്ന് പറയുന്നത്. അപ്പം അതുപോലെ പ്രത്യേകിച്ച് ഓരോരുത്തരെയായിട്ട് സൃഷ്ടിക്കുന്നുണ്ടല്ലോ. അപ്പൊ മനുക്കളെ, അതുപോലെ മനുവിന്റെ ഡിസെൻഡൻസ്, അതുപോലെ പ്രജാപതിമാരെ, ഇവരൊക്കെയും സൃഷ്ടി നടത്തുന്നുണ്ട്. ഓരോരുത്തരെ ദക്ഷനെ സൃഷ്ടിക്കപ്പിച്ചതും ഒക്കെ നമുക്ക് കഥകളിൽ കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ സൃഷ്ടികൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. അതിനെയെല്ലാം നമ്മൾ വിസർഗമെന്ന് പറയും. അപ്പൊ ആ സൃഷ്ടി, ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നതിനെ സർഗം എന്ന് പറയും. രണ്ടാമത്തെ സൃഷ്ടിയെ നമ്മള് വിസർഗമെന്ന് പറയും. ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടി, ബ്രഹ്മാവോ പ്രജാപതിമാരോ മനുക്കളോ എന്ന് വേണ്ട, അവരൊക്കെ നടത്തുന്നതിനെ നമ്മള് വിസർഗമെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മള്, അപ്പം ഭഗവാൻ തന്നെ എന്താണ് സ്വയം രൂപമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, സ്വയം പ്രകാശമായിട്ട് വരുന്നുണ്ട്. ആ സ്വയം രൂപം എന്ന് പറയുന്നത് തന്നെ പ്രാഭവ പ്രകാശമാകുന്നുണ്ട്, വൈഭവ പ്രകാശമാകുന്നുണ്ട്. ഇതെല്ലാം ഓരോ പേരുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം കൃഷ്ണൻ പരവ്യൂഹത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് എപ്പോഴും ഫുൾനെസ് ആയിട്ടാണ്, പൂർണ്ണതയോടുകൂടിയാണ്. അവിടെ യാതൊരു അവിടെയുള്ള ആ എക്സ്പാൻഷൻസ് എല്ലാം പരിപൂർണമായിട്ടാണ്. 4 കൈകളുള്ള നാരായണ രൂപത്തിലാണ് പരവ്യോമത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അതിനോട് ചേർത്താണ് ഈ ആദ്യത്തെ ചതുർവ്യൂഹവും ഉണ്ടാകുന്നത്. കൃഷ്ണൻ ആദ്യമേ പരവ്യോമത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നു, അത് നാരായണ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നു, അതോടുകൂടി ചതുർവ്യൂഹങ്ങളും പ്രകടമാകുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ചതുർവ്യൂഹം പറഞ്ഞു. പിന്നെ ഭഗവാൻ എന്തിനാണ് ഇതൊക്കെ? പരാസ്യ ശക്തിർ വിവിധൈവ സൂയതേ സ്വഭാവകീ ജ്ഞാനബല. അപ്പൊ ഒരുപാട് സ്പിരിച്വൽ എനർജീസ് ഒക്കെ ഭഗവാനുണ്ട്. അതുപോലെ ജ്ഞാനം, ബലം, ശക്തി, ഇതൊന്നും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഭഗവാന്റെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ കഴിയും. അപ്പം അഗ്നി, അത് ചൂടില്ലാതെ അഗ്നി ഇല്ല എന്ന് പറയുന്നത് ാണ് ഭഗവാന്റെ ഈ ശക്തികൾ, ജ്ഞാന ബലക്രിയ ശക്തികൾ, ഇതെല്ലാം ഭഗവാനിൽ അന്തർലീനമായിട്ടുള്ളതാണ് എന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ ഭഗവാനെ കുറിച്ച് കുറച്ച് വായിച്ചിട്ട് കുറച്ചെങ്കിലും ഭഗവാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ, അപ്പം ഭഗവാൻ തന്നെയാണ് ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണൻ തന്നെയാണ് ഇതാണ് ഇത് വരുന്നത് എന്നും, ഭഗവാനെ ചിലപ്പോൾ ശരീരം അല്പം വ്യത്യസ്തമായി പ്രകടമാക്കാം, ചിലപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ കുറച്ച് മാറ്റി കാണിച്ചെന്നിരിക്കാം. ഓരോ ആവശ്യത്തിന് വേണ്ടിയാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് ഭഗവാൻ തന്റെ രൂപങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ വിവിധ രീതിയിൽ പ്രകടമാക്കുകയോ ചെയ്യാൻ കഴിയും. അപ്പൊ ഭഗവാന്റെ പാസ്റ്റ് ടെൻസ് എക്സ്പാൻഷനെ ലീലാമാധുരിയായിട്ട് ആ സമയത്ത് ലീലകൾക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ നമ്മൾ വിലാസരൂപം എന്ന് പറയും. അതുപോലെ വ്യക്തിഗതമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ നമ്മള് സ്വാംശമെന്നും പറയും. അപ്പൊ ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഓരോന്നും പഠിക്കുമ്പോൾ, ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്ക് വിമുക്തി അഥവാ സ്വാതന്ത്ര്യം എന്ന യഥാർത്ഥമായ പദം ഭഗവാന്റെ ജന്മകർമ്മങ്ങളെല്ലാം അതീന്ദ്രിയമാണെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഭഗവത് ജന്മകർമ്മങ്ങളെ കുറിച്ചുള്ള അന്തർദർശനം കിട്ടിക്കഴിയുമ്പോൾ, അതിനെക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്കൊരു വിമുക്തി ഭാവത്തിലേക്ക് നമ്മളെ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനെ ആദ്യം ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മള് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ പലതും മറന്നുപോയി എന്ന് പറയാം. അപ്പൊ അത് നമുക്ക് സുഖമില്ലാതെ വരുമ്പോഴോ പലപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയാതെ വന്നു എന്ന് വരാം. പക്ഷെ ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ വെക്കാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ആത്മാർത്ഥതയോടെയാണ് ഇത് പഠിക്കുന്നതെങ്കിൽ. ഇപ്പം നമ്മള് ഏകദേശം എൻ്റെ ഗുരു മഹാരാജ് ഒരു 2000 ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടായി. കുറച്ച് ദിവസം അദ്ദേഹം പാരലൈസ്ഡ് ആയിട്ട് അനക്കമില്ലായിട്ട് കിടന്നു. അപ്പൊ റൈറ്റ് ഹാൻഡ് ഒക്കെ അങ്ങ് പാരലൈസ്ഡ് ആയിരിക്കുന്നു. ഇനിയും ഡോക്ടേഴ്സ് പറഞ്ഞ് പ്രായമായി പോയി, ഏകദേശം 90 years ആയി. അപ്പൊ ആ പ്രായമായി പോയി, ഇനിയും അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറേശ്ശെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഒരു ചലനം ഉണ്ടായി. അദ്ദേഹം പോയില്ല. അദ്ദേഹം എല്ലാം തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ വ്യൂഹത്തിലേക്ക് തിരിച്ചു വന്ന അവസരത്തില് അദ്ദേഹത്തോട് ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞു, ഞാൻ പോകാനായിട്ട് അങ്ങ് ഡോറ് വരെ പോയതാ, പക്ഷെ എന്നെ അവിടെ കയറ്റിയില്ല എന്ന് തമാശയായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്
ആ സമയത്ത് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. അതുവരെയും അദ്ദേഹത്തിന് ഒരു ശ്ലോകങ്ങളും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം എല്ലാം സർവ്വവും മറന്ന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് ചോദിച്ചു അല്പമെങ്കിലും മനസ്സ് ഓർത്തെടുക്കാൻ കഴിയുന്നു. അദ്ദേഹം പതുക്കെ ഓർമ്മയിലേക്ക് വരുന്നു. അപ്പൊ 1-2 ശ്ലോകങ്ങൾ ആദ്യമേ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ശ്ലോകങ്ങൾ ധാരധാരയായി അദ്ദേഹത്തിലേക്ക് വന്നു. കുറച്ചു കാലം കൂടി അദ്ദേഹത്തിന് ഭഗവാന്റെ ആ രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് പ്രകടമാക്കി പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ശ്ലോകങ്ങളെല്ലാം ആ മൈൻഡിലിരുന്ന ആ ശ്ലോകങ്ങൾ ഭഗവാന്റെ രൂപത്തോടുകൂടി അതാണ് ഭഗവാന്റെ രൂപം മനസ്സിലാക്കി, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി. അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് നമ്മുടെ ബോധം നിലനിൽക്കുന്നത് വരെയും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അല്പനാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ഈ പഠിച്ചു വെച്ചിരിക്കുന്ന ഭഗവാനെ കുറിച്ച് പഠിച്ചതൊന്നും നമ്മളിൽ നിന്ന് പോകുകയില്ല. അത് നമ്മുടെ ഈ ശരീരം വിട്ടുപോകുന്നത് വരെ ആ ശരീരം വെച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം പറയാൻ കഴിയും. പക്ഷെ ശരീരം വിട്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അത് നശിക്കുന്നില്ല, നമ്മളിൽ തന്നെ അത് തന്നെ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ ശ്ലോകങ്ങളും, മനസ്സിലാക്കിയെടുക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന്റെ രൂപം എന്താണെന്നും ഭഗവാൻ എങ്ങനെയൊക്കെ പ്രകടമാകുന്നുവെന്നും ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്നും അതുപോലെ ഭഗവാനിൽ നിന്ന് ഏതെല്ലാം വ്യത്യസ്ത രൂപങ്ങളാണ് വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ ഇത് നമ്മളിൽ നിന്ന് പോകുകയില്ല, നമ്മളോടൊപ്പം ഉണ്ടാകും. അതാണ് അതിന്റെ ഫലശ്രുതിയായി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫലശ്രുതിയിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നവർക്ക് കാലക്രമേണ സർവക്ലേശങ്ങളിൽ നിന്നും മുക്തനാകാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഇനി വിരാട് രൂപത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിരാട് രൂപം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ശരിക്കും അല്പം വ്യത്യസ്തമാണ്. ഭഗവാന്റെ ഈ വിരാട് രൂപം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ അത്ര ശുദ്ധ രൂപമല്ല എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അവതാരത്തിന്റെ കൂട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. വിരാട് രൂപത്തെ കുറിച്ച് വിശുദ്ധ സത്വമാണ് ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ. ഇവിടെ ഈ വിരാട് രൂപം എന്ന് പറയുന്നത് വിശുദ്ധ സത്വമല്ല, മെറ്റീരിയൽ ആയിട്ടും അതുപോലെ കുറച്ചൊക്കെ ഒരു എക്സ്പാൻഷൻസോട് കൂടി നമ്മളെ കാണിച്ചു തരികയാണ് ഭഗവാൻ. ഞാൻ ഇന്നതൊക്കെ ഞാനാണ്, അത് ഞാനാണ്, ഇത് ഞാനാണെന്ന് 11-ാം ചാപ്റ്ററിൽ നമുക്കറിയാം ഭഗവത്ഗീതയിൽ അല്ലെ, ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൊ ഒരു ഭഗവാൻ ഫുള്ളി ട്രാൻസെൻഡന്റൽ ആൻഡ് സ്പിരിച്വൽ ആണ്. പക്ഷെ ഇവിടെ ഭഗവാൻ ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. ഒന്നും അറിയാത്ത നമുക്ക്, ഒന്നും അറിഞ്ഞുകൂടാത്ത നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനാണ് ഈ വിരാട് രൂപം എടുത്തിരിക്കുന്നത്. അത് ശരിക്കും പ്യുവർ രൂപമല്ലാത്തത് കൊണ്ടാണ് അതിന് ഇത് കൂട്ടാത്തത്. അപ്പൊ നമ്മളെ 24 ഒരു ബ്രഹ്മാണ്ടത്തിൽ തന്നെ 24 കാര്യത്തെ കുറിച്ച് അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ അതെല്ലാം പഠിച്ചാലുണ്ടാകുന്ന ഫലശ്രുതി എന്താണെന്ന് ഇവിടെ വിശദീകരിച്ചു തരികയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ല എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ലഘുഭാഗവതാമൃതത്തിലൊക്കെ രൂപഗോസ്വാമിയൊക്കെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അതുപോലെ സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി, ഇതൊക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പറ്റുന്നത് ഹരേ കൃഷ്ണ. എന്തോ ലീവ് ആയിക്കോട്ടെ, അമ്പലത്തിൽ പോണ്. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ദണ്ഡവത്. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി, വളരെ നല്ല ക്ലാസ് മാതാജി. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ മാതാജി? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഞാൻ അതുകൊണ്ടാണ് 5 മിനിറ്റ് മുമ്പ് നിർത്തിയത്. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് മാതാജി. അതിന്റെ ഇടയിൽ എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് ഫോണൊക്കെ വന്നു, അതിന്റെ ഇടയിലൊന്ന് പോകണം. എന്നാലും മാതാജി ഞാനത് യൂട്യൂബിൽ കേട്ടോളാം കേട്ടോ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇതെല്ലാം അറിയാമല്ലോ മാതാജിക്ക്. എന്റെ മാതാജി നമ്മള്
ഭഗവാനെ പറ്റി പറയുമ്പോ കേൾക്കുമ്പോഴൊക്കെ പുതിയതുപോലെ തന്നെ തോന്നുക. അതെ, തീർച്ചയായിട്ടും ഞാനും അങ്ങനെയാണ് മാതാജി. എവിടെ ഒരു ക്ലാസ് ഉണ്ടായാലും നമ്മുടെ ക്ലാസ് ഉണ്ടായാലും ഞാൻ ഓടി കേൾക്കാൻ ശ്രമിക്കുക. എത്ര സമയമില്ലേ ഇത്. എന്നെ പറ്റി പറയാണ് എനിക്ക് അപ്പൊ തോന്നുന്നു ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ, ഇത് ആദ്യമായിട്ട് കേൾക്കാന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമുക്ക് നിർത്താം. പ്രഭു. നന്ദി മാതാജി, വളരെ നന്ദി. താങ്ക് യു മാതാജി. നല്ല ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ദണ്ഡവത് പ്രണാംസ്. താങ്ക് യു. എല്ലാവരും നമ്മുടെ പുരുഷാവതാരത്തെ കുറിച്ചും ലീലാവതാരത്തെ കുറിച്ചും മന്വന്തരാവതാരത്തെ കുറിച്ചും യുഗാവതാരത്തെ കുറിച്ചും ഒക്കെ കേട്ടതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഇനിയും ക്ലാസ് എടുക്കുമ്പോൾ നമുക്കിതെല്ലാം വേണ്ടി വരും. ഇനിയുള്ള വരാൻ പോകുന്ന ക്ലാസ്സുകൾ കുറച്ചുകൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനിയും നമ്മൾ സെക്കൻഡ് ബന്ധയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. പ്രഭു പാഞ്ചാകൽപതയെ പറഞ്ഞു. ഹരേ കൃഷ്ണ. നന്ദി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.